ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പിക്ക് വേണ്ടി 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഫ്രൈ ആയി അതിൻ്റെ നിറം ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവോള ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഈ സവോളയ്ക്ക് ഒരു ക്രിസ്പിനെസ് നൽകും. ഈ സവോള ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. സവോളയൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ ചുക്ക തയ്യാറാക്കാനുള്ള മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ ഫ്രൈ ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ കളറിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, 1 തണ്ട് കറിവേപ്പില, 1 നാരങ്ങയുടെ പകുതി നീര്, ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മസാലയെല്ലാം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മസാല എല്ലാം ചിക്കനിൽ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനെല്ലാം ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വെച്ചിരുന്ന ആ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. പോരാത്തത് ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 6 തൊട്ട് 7 മിനിറ്റ് നേരം വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 7 മിനിറ്റായി. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ ചുക്ക കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കാം. 1 തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.